EzyMentor എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ANOVA എന്ന ഒരു ടെസ്റ്റിനെ പറ്റിയായിരുന്നു. സോ അത് നമ്മൾ മാനുവലി എങ്ങനെയാണ് ANOVA ടെസ്റ്റ് എക്സൽ ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. അത് നമ്മൾ H0, H1 ഇതെല്ലാം നമ്മൾ കീപ്പ് ചെയ്തു. അതുപോലെ സം ഓഫ് സ്ക്വയേഴ്സ് അതിൻ്റെ ടോട്ടൽ എടുത്തു, സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ബിറ്റ്വീൻ്റെ ടോട്ടൽ എടുത്തു, സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ബിറ്റ്വീൻ്റെയും ടോട്ടൽ എടുത്തു. അതുപോലെ നമുക്ക് വാല്യൂ കിട്ടി, പി വാല്യൂ, ഇതെല്ലാം നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. ഓൾസോ നമ്മൾ റിസൾട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ നമുക്കറിയാം നമ്മൾ H0ഉം H1ഉം സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇതെല്ലാം നമ്മൾ സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇനി നമ്മൾ ഡാറ്റ അനാലിസിസ് ടൂൾ പാക്ക് എന്ന ഒരു ഡാറ്റ അനാലിസിസ് ടൂൾ പാക്ക് ആഡ് ചെയ്യും നമുക്ക് എക്സലുണ്ട്. അത് വെച്ച് നമുക്ക് ANOVA വർക്ക് ചെയ്യാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ റൈറ്റ് എൻഡിലായിട്ട് ഡാറ്റ അനാലിസിസ് എന്നൊരു ടൂൾ പാക്ക് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ നമുക്കത് ആഡ് ഇൻ ചെയ്യണം. അതിന് വേണ്ടി ഫയലിൽ പോയിട്ട് മോർ ഓപ്ഷൻസ് എടുത്തു. ദെൻ ആഡ് ഇൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ മോർ ഓപ്ഷൻസിൽ ആ ആഡ് ഇനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് താഴേക്ക് കുറച്ച് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു എക്സൽ ആഡ് ഇൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അനാലിസിസ് ടൂൾ പാക്ക്, അതായത് അനാലിസിസ് ടൂൾ പാക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുമ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് താഴെ എക്സൽ ആഡിൻസ് എന്നുള്ള ഓപ്ഷനിൽ ഗോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വരും. ആ ഓപ്ഷൻസിൽ നിന്ന് അനാലിസിസ് ടൂൾ പാക്കാണ് നമുക്ക് വേണ്ടത്. സോ അനാലിസിസ് ടൂൾ പാക്കിനെ ക്ലിക്ക് ചെയ്യുക, ദെൻ ഓക്കെ പ്രസ് ചെയ്യുക. ദെൻ അഗെയിൻ നമ്മൾ ഡാറ്റ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് റൈറ്റ് എൻഡിൽ ഡാറ്റ അനാലിസിസ് എന്നൊരു ടൂൾ പാക്ക് ഉണ്ടാവും. ഇത് ഈ ഡാറ്റ അനാലിസിസ് ടൂൾ പാക്ക് ഇല്ലാത്തവരാണ് ഇതുപോലെ ഫയലിൽ പോയി മോർ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് ആഡിൻസിൽ ക്ലിക്ക് ചെയ്ത് ഡാറ്റ അനാലിസിസ് ടൂൾ പാക്ക് ആഡ് ചെയ്യേണ്ടത്. സെല്ല് റിബണിലേക്ക് ഡാറ്റ അനാലിസിസ് ടൂൾ പാക്ക് ആഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ANOVA കാണാൻ പോകുന്നത് ഈ ഒരു ടൂൾ പാക്ക് യൂസ് ചെയ്തിട്ടായിരിക്കും. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കണ്ടത് മാനുവലി ANOVA കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ പഠിച്ചത് പ്രീവിയസ് വീഡിയോയിൽ. ഇതുപോലെ നമുക്ക് മാനുവലി കാൽക്കുലേറ്റ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ കുറേ അധികം ടൈം പോകുന്നത് കൊണ്ട് നമുക്ക് സിംഗിൾ ഫാക്ടർ ANOVA എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഡാറ്റയിൽ പ്രസ് ചെയ്തിട്ട് ഡാറ്റ അനാലിസിസ് എന്ന ടൂൾ പാക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ കൊടുക്കുന്നതിന് മുമ്പ് അവിടെ നമ്മുടെ എല്ലാ ഓപ്ഷൻസും ഒന്ന് വെരിഫൈ ചെയ്യും. ഇവിടെ നമുക്ക് കുറേ അധികം ടെസ്റ്റുകളുണ്ട്. ടി-ടെസ്റ്റ്, ANOVA, സാമ്പിളിംഗ്, ടെസ്റ്റ്, ഹിസ്റ്റോഗ്രാം, മൂവിങ് ആവറേജ്. അതിൽ നിന്ന് സിംഗിൾ ഫാക്ടർ ANOVA ക്ലിക്ക് ചെയ്തെടുക്കുക. ദെൻ അതെടുത്ത് ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ ഇൻപുട്ട് റേഞ്ച് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി അറിയാതെ മുന്നേ ചെയ്ത് പോയതുകൊണ്ട് ആ ക്ലോസ് ചെയ്തില്ല എക്സിൽ, അത് കാരണം അവിടെ വാല്യൂസ് വന്നത്. ഇൻപുട്ട് റേഞ്ചിനുള്ളിൽ നമ്മുടെ മുഴുവൻ ഡാറ്റ എടുത്ത് സെലക്ട് ചെയ്യുക. പക്ഷേ ആ XYZ ABC WXY എന്നുള്ളത് ചൂസ് ചെയ്യാതെ G1 തുടങ്ങി ബാക്കി എല്ലാ സെൽസും സെലക്ട് ചെയ്യുക. ദെൻ ലേബൽസ് ഇൻ ഫസ്റ്റ് റോ എന്നുള്ളത് ടിക്ക് ചെയ്യുക. ആൻഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ ലേബൽസ് ഇൻ ഫസ്റ്റ് റോ കൊടുക്കുന്നത് നമ്മുടെ G1, G2, G3 എന്നുള്ളത് ടോപ്പിൽ വരാനായിട്ടാണ്. അത് ലേബിൾസ് ആയിട്ട് റീഡ് ചെയ്യാനായിട്ടാണ്. ദെൻ നമുക്കൊരു ആൽഫ വാല്യൂ ഉണ്ട്. ആൽഫ വാല്യൂ എപ്പോഴും മോസ്റ്റ്ലി 5% ആയിരിക്കും വരാൻ സിഗ്നിഫിക്കൻസ് ലെവൽ വരുന്നത്. അപ്പോൾ നമുക്ക് ചില കേസിൽ അത് 1% എന്ന് ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ നമ്മൾ 0.01 കൊടുക്കണം. ഇവിടുത്തെ കേസിൽ നമുക്ക് 0.05 ആണ്. ദെൻ നമുക്ക് കോളംസ് ആണ്, ഗ്രൂപ്പ് ബൈ കോളംസ് ആണ് കൊടുക്കേണ്ടത്. ഔട്ട്പുട്ട് റേഞ്ചിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന ലൊക്കേഷൻ കളഞ്ഞ് വേറൊരു ലൊക്കേഷൻ ചൂസ് ചെയ്യുകയാണ്. ദെൻ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇൻപുട്ട് റേഞ്ചിനുള്ളിൽ നമ്മുടെ ഡാറ്റ കൊടുത്തു. G1 തുടങ്ങിയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഗ്രൂപ്പ് ചെയ്യേണ്ടത് കോളംസ് ആയിട്ടാണ്. ദെൻ ലേബൽസ് ഇൻ ഫസ്റ്റ് റോ കൊടുത്ത് ആൽഫ വാല്യൂ കൊടുത്ത് ഔട്ട്പുട്ട് റേഞ്ചിനുള്ള ലൊക്കേഷനും കൊടുത്തു. ദെൻ ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാം ANOVAയുടെ ഔട്ട്പുട്ട് ഈസിലി നമുക്ക് കിട്ടിയിരിക്കുന്നത് കാണാം. ഇത് ഇപ്പോൾ നമ്മളിതെല്ലാം നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. നമ്മൾ എന്തൊക്കെ ചെയ്തു, മാനുവലി ചെയ്തു, ഇതൊക്കെ തന്നെയാണ് അപ്പുറത്തും ഇവിടെയും സെയിം വാല്യൂസ് തന്നെയാണ് വരുന്നത്. നമുക്കറിയാം ഇവിടെ ANOVA ഔട്ട്പുട്ട് ചെയ്ത് നമുക്ക് ആദ്യം കാണുമ്പോൾ ഇതൊന്നും, അതായത് ഫസ്റ്റ് തന്നെ ഈ ഒരു മെത്തഡാണ് പഠിച്ചിരുന്നതെങ്കിൽ നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. എന്താണ് സം ഓഫ് സ്ക്വയേഴ്സ്, DF, MSF, P വാല്യൂ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. പക്ഷേ ആക്ച്വലി നമ്മൾ മാനുവലി പഠിച്ചത് കൊണ്ട് നമുക്ക് ഇപ്പോൾ ഈ ടേബിൾ കാണുമ്പോൾ ഈസിലി റീഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ മീനെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. ഗ്രാൻഡ് മീൻ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. SST, SSB, പിന്നെ ആ SST, SSB, SSWൻ്റെ
സംസ് എടുത്തു, അതിന് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതുപോലെ നമുക്ക് ഈ SST, SSB ആൻഡ് SSW ഈ 3 വാല്യൂസ് ആണ് നമ്മുടെ അപ്പുറത്തെ ടേബിളിൽ വരുന്ന സം ഓഫ് സ്ക്വയേഴ്സ് എന്നുള്ള ആ വാല്യൂസ്. സോ അതും നമുക്കൊന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. അത് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ കാണാം തരാം SS-ന് സെയിം വാല്യൂസ്, DF-ന് സെയിം വാല്യൂസ്, അതുപോലെ F-ന്റെ സെയിം വാല്യൂ 0.509 ആൻഡ് P വാല്യൂവും 0.613 എല്ലാം നമുക്ക് സെയിം നമ്മൾ മാനുവൽ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുകയാണ്. അതുപോലെ ഇവിടെ നമുക്ക് ഡാറ്റയിൽ ടോട്ടൽ എത്ര എണ്ണമുണ്ട്, G1-ൽ 5 പേരുടെ വാല്യൂ, 5 പേരുടെ മാർക്കാണ് തന്നിരിക്കുന്നത്. ആൻഡ് G2 സെയിം ആസ് മാനുവലി നമ്മൾ ചെയ്തതുപോലെ തന്നെ കൗണ്ട് എടുത്തു, സം എടുത്തു, ദെൻ ആവറേജ്. സം എന്ന് പറയുന്നത് G1-ന്റെ മൊത്തം ടോട്ടൽ എടുത്തു, G2-ന്റെ മുഴുവൻ ടോട്ടൽ, G3-യുടെ മുഴുവൻ ടോട്ടൽ, ആൻഡ് ആവറേജ് എന്ന് പറയുന്നത് എല്ലാ ആവറേജ് വാല്യൂസ് എടുക്കുക. നമ്മൾ നേരത്തെ ചെയ്തായിരുന്നു ടോപ്പിൽ, സെയിം മാസ് ആ വാല്യൂസ് തന്നെയാണ്. ദെൻ വേരിയൻസും കണ്ടു. വേരിയൻസ് കാണാൻ വേറൊരു ഇക്വേഷൻ VAR എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിൽ നിന്നാണ് നമ്മൾ റിസൾട്ട്, ഇതിപ്പോൾ നമുക്ക് വിത്തിൻ 1 മിനിറ്റ് കൊണ്ട് ഒരു റിസൾട്ട് കിട്ടിയിരിക്കുകയാണ് അനോവയുടെ. ഇത്രയും മാനുവലി നമ്മൾ ചെയ്തത് കൊണ്ട് അത്രയും ചെയ്യണ്ട എന്ന് നമുക്ക് ഈ റിസൾട്ട് പറഞ്ഞു തരികയാണ്. കാരണം വിത്തിൻ 1 മിനിറ്റ്സ് നമുക്ക് റിസൾട്ട് കിട്ടിയിരിക്കുകയാണ്. ഇത് നമ്മൾ P വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് നമ്മൾ തീരുമാനിക്കാനായിട്ട്. സോ ഒരു സെല്ലിലെ റിസൾട്ട് ടൈപ്പ് ചെയ്ത് ആ റിസൾട്ട് നമ്മൾ കാണാൻ പോവാണ്. അതിന് നമ്മൾ ഈക്വൽ ടു ഇഫ് എന്നുള്ള ഫംഗ്ഷൻ എടുത്തിട്ട് കൊടുക്കുകയാണ്. P വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്ന P വാല്യൂ ഗ്രേറ്റർ ദാൻ 0.05 ആണെങ്കിൽ ആക്സെപ്റ്റ് എന്ന് പ്രിന്റ് ചെയ്യണം. ആക്സെപ്റ്റ് നോട്ടെന്ന് പ്രിന്റ് ചെയ്യണം. അതല്ലെങ്കിൽ റിജക്റ്റ് നോട്ടെന്ന് പ്രിന്റ് ചെയ്യണം. സോ ഇപ്പൊ നമുക്ക് ഇവിടെ ഇത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കാണാം അക്സെപ്റ്റ് ആണോ റിജക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് കാണാം. സോ എൻ്റർ അടിച്ചു കഴിയുമ്പോൾ ആക്സെപ്റ്റ് നോട്ടാണ് വന്നിരിക്കുന്നത്. വിച്ച് മീൻസ് നമ്മുടെ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഫസ്റ്റ് നോട്ട് എന്ന് പറയുന്നത് M1 = M2 = M3, അതായത് മീൻസ് എല്ലാം ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. ആൻഡ് H1 എന്ന് പറയുന്നത് മീൻസ് ഈക്വൽ അല്ല. സോ ആക്സെപ്റ്റ് നോട്ട് മീൻസ് നമ്മുടെ മീൻസ് എല്ലാം ഈക്വൽ ആണ് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട്. സോ ഈ ഒരു റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ അനോവയിൽ റിസൾട്ട് കൊടുക്കുക. ഇവിടെ അനോവ റിസൾട്ട് വഴി നമുക്ക് കിട്ടി 3 ഗ്രൂപ്പ്സിൻ്റെയും G1, G2, G3 എന്ന് പറയുന്ന 3 ഗ്രൂപ്പ്സിൻ്റെയും മീൻസ് ഈക്വൽ ആണ് എന്ന് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സോ ഇതിനാണ് നമ്മൾ അനോവ ടെസ്റ്റ്, അനാലിസിസ് വേരിയൻസ് ടെസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് റിസൾട്ട് പറയുന്നത്. ഇനി വേറൊരു കാര്യം പറയുന്നത്, എപ്പോഴും അനോവ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഗ്രൂപ്പ്സ് 2-ൽ കൂടുതലായിരിക്കണം. ഇവിടെ ഇപ്പോൾ G1, G2, G3 എന്ന് പറയുന്ന 3 ഗ്രൂപ്പ് ഉണ്ട്. 3 ഗ്രൂപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അനോവ ടെസ്റ്റ് ചെയ്തത്. പക്ഷേ 2 ഗ്രൂപ്പ് മാത്രമുള്ളെങ്കിൽ നമുക്ക് വേറൊരു ടെസ്റ്റാണ് വരുന്നത്, T ടെസ്റ്റോ അല്ലെങ്കിൽ Z ടെസ്റ്റോ എടുത്തിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. പക്ഷേ 2-ൽ കൂടുതൽ ഗ്രൂപ്പുകൾ വരികയാണെങ്കിൽ നമ്മൾ എപ്പോഴും അനോവ എന്ന ഒരു ടെസ്റ്റ് തന്നെ ചൂസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യണം. സോ ഇതും നമ്മൾ മറന്നു പോകരുത്. കാരണം 2 ഗ്രൂപ്പ്സ് ആണെങ്കിൽ എപ്പോഴും Z ടെസ്റ്റ് അല്ലെങ്കിൽ T ടെസ്റ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ആൻഡ് 3 ഗ്രൂപ്പ്സ്, നമുക്കിവിടെ 3 ഗ്രൂപ്പ്സ് ഉണ്ട്, 3 സ്കൂൾസ് ഉണ്ട്. സോ 3 സ്കൂൾസ് ഉള്ളതുകൊണ്ട് വി ഗോ ഫോർ അനോവ. ആൻഡ് എങ്ങനെയാണ് നമ്മൾ അനോവ എങ്ങനെയാണ് ചൂസ് ചെയ്യുക എന്നുള്ളത് കണ്ടുപിടിക്കാം. ഞാൻ ഇത് ആക്ച്വലി ഫസ്റ്റ് പറയാനായിട്ട് വിട്ടുപോയി, ഇപ്പോഴാണ് അത് ജസ്റ്റ് ഇത് ഓർത്തത്. ഇത് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റുമാണ്. G1, G2, G3 അങ്ങനെ 3 ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ വി ഗോ ഫോർ അനോവ. സോ ഇത്രയാണ് കാര്യങ്ങൾ. താങ്ക് യു.